കാസർഗോഡുള്ള പ്രശസ്തമായ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. പകൽ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രം. പക്ഷേ രാത്രി വീഴുമ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ കടന്നു പോകാൻ പോലും ആളുകൾ പേടിച്ചിരുന്നൊരു കഥയുണ്ട്. ബ്രിട്ടീഷ് റൂൾ കാലത്ത് പോലും സൈനികർ ഗാർഡ് ഡ്യൂട്ടി ചെയ്യാൻ വിസമ്മതിച്ചതായി പറയുന്നു. കാരണം ഒരു രഹസ്യ വിളക്കാണ്. ബേക്കൽ കോട്ട 17-ാം നൂറ്റാണ്ടിൽ ഇക്കേരി നായാക്കസ് നിർമ്മിച്ചതാണ്. സമുദ്രത്തിന് തീരത്ത് ശക്തമായ പ്രതിരോധ കോട്ടയായി അവർ അത് കിട്ടി. ശേഷം മൈസൂർ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ഇവിടെ ഭരണം നടത്തി. പക്ഷേ കോട്ടയുടെ ചരിത്ര പുസ്തകങ്ങളിൽ കാണാത്ത ഒരു കഥ ഇന്നും നാട്ടുകാർ പറയുന്നു. രാത്രി കോട്ടയുടെ അകത്ത് തെളിഞ്ഞിരുന്ന ഒരു ഒറ്റവിളക്കിന്റെ കഥ. 1800-കളിൽ ഒരു ബ്രിട്ടീഷ് ഗാർഡ് രാത്രിയിൽ പെട്രോൾ ഡ്യൂട്ടിയിൽ ഇറങ്ങി. ഇരുട്ടു മുഴുവൻ കോട്ടയെ വിഴുങ്ങിയിരുന്നു. അപ്പോൾ അയാൾ ദൂരത്ത് കണ്ടു കോട്ടയുടെ അകത്തുനിന്നും തെളിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഒറ്റവിളക്ക്. അന്നേരം കോട്ടയിൽ പ്രവേശനം പാടില്ലാത്ത സ്ഥിതി. എന്നാൽ ആ വിളക്ക് ആരാണ് തെളിയിച്ചത്? ആ സൈനികൻ ധൈര്യത്തോടെ വിളക്കിനെ പിന്തുടർന്നു. എത്ര നടന്നാലും വിളക്ക് എല്ലായ്പ്പോഴും കുറച്ചടി മുന്നിൽ മാത്രം. ഒരിക്കലും അടുത്തെത്താനായില്ല. കാറ്റിൻ്റെ ശബ്ദവും കാലടികളുടെ മുഴക്കവും അതിലേറെയും ഭയാനകമായ ഒരു നിശബ്ദത. അവസാനം വിളക്കുകോട്ടയിലെ ആ രഹസ്യ കവാടത്തിന് അരികിൽ അയാളെത്തി. സൈനികൻ വിളക്കിനെ തൊടാൻ പോകുന്ന നേരം അത്ഭുതകരമായി വിളക്ക് അപ്രത്യക്ഷമായി. കാറ്റിൽ മാത്രം അവശേഷിച്ചത് അയാളുടെ വിറയുന്ന ശ്വാസവും അനന്തമായ ഇരുട്ടും മാത്രമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ സ്ഥലത്ത് നിന്ന് ബ്രിട്ടീഷ് സൈനികൻ രക്തം കൊണ്ട് കുത്തി നിറഞ്ഞ ഒരു പഴയ വാൾ കണ്ടെത്തി. അതിനുശേഷം ബേക്കൽ ഫോർട്ടിൽ രാത്രി ഗാർഡ് ഡ്യൂട്ടി ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല, ബ്രിട്ടീഷ് സൈനികർ പോലും. ഇന്നും ബേക്കൽ കോട്ടയിലൂടെ കടന്നു പോകുന്ന കാറ്റ് ഒരു ചോദ്യമൊഴുക്കുന്നു. ആ വിളക്ക് ആരുടെ കയ്യിലായിരുന്നു? ഒരു കേരള യോദ്ധാവിൻ്റെ ആത്മാവാണോ? അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ കാലത്തെ ഒരു രഹസ്യവഞ്ചനയുടെ തെളിവോ? സത്യം ഇന്നുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് വരെ നാട്ടുകാർ പറയുന്നു, രാത്രിയിൽ കോട്ടയുടെ ചുവരുകളിൽ നിന്ന് ചിലപ്പോൾ ഒരൊറ്റ വിളക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. കടലിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന മഹത്തായ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കടൽക്കോട്ടയാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇക്കേരി നായ്ക്കരുടെ രാജാവ് ശിവപ്പ നായ്ക്കർ 17-ാം നൂറ്റാണ്ടിൽ ഈ കോട്ട പണിതതോ പൂർത്തിയാക്കിയതോ എന്നാണ്. പിന്നീട് ഇത് ഹൈദരലിയും ടിപ്പു സുൽത്താനും സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം കോട്ട ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് പോയി. ഇന്ന് അറബിക്കടൽ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന ഈ ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട മാത്രമല്ല, വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രവും ആണ്. ഈ കഥ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബേക്കൽ കോട്ടയിലെ ഈ രഹസ്യ വിളക്കിന്റെ കഥയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ അറിയിക്കൂ. കൂടുതൽ ചരിത്രകഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.